ഇന്നും ഒരു ക്രിസ്മസ് സ്പെഷ്യൽ തന്നെയാണ്. ക്രിസ്മസിനും ഈസ്റ്ററിനും എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ അപ്പം. അരിയൊന്നും അരയ്ക്കാണ്ട് സമയം കളയാണ്ട് വേഗത്തിൽ ഒരു അപ്പം ഉണ്ടാക്കിയാലോ. അപ്പം ടുഡേ ഡേ 3 ഓഫ് ക്രിസ്മസ് സീരീസ് ആൻഡ് ദ റെസിപ്പീസ് വട്ടയപ്പം. ഇതിപ്പോൾ പെട്ടെന്ന് രാവിലെ എണീറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമല്ല. നമ്മൾ തലേന്ന് തന്നെ ഇതിന് കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു വെക്കണം. നമ്മൾ വാങ്ങുന്ന അരിപ്പൊടിയുടെ അകത്ത് ഒരു ചെറിയ പാക്കറ്റ് കാണും. അതും അരിപ്പൊടി തന്നെയാണ്, കുറച്ച് ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ടാകുന്ന അരിപ്പൊടിയായിരിക്കും. അതൊരു പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം ഓൺ ആക്കി കൈ എടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചൂടാവുന്നതനുസരിച്ച് പെട്ടെന്ന് കട്ടിയായിട്ട് വരും. മൊത്തത്തിലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അത് തണുക്കുന്ന സമയം കൊണ്ട് വേറെ കുറച്ച് പരിപാടിയുണ്ട്. ഒരു ഫുൾ തേങ്ങ ചിരവിയതും കുറച്ച് ഏലക്കയും പിന്നെ ആവശ്യത്തിന് മധുരവും. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. വെളുത്തിരിക്കണമെങ്കിൽ പഞ്ചസാര ചേർക്കണം, കറുത്തിരിക്കണമെങ്കിൽ ശർക്കര ചേർക്കണം. പിന്നെ ഇത് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങാ വെള്ളവും 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു 6 മണിക്കൂർ മുന്നേ നേരത്തെ എടുത്ത് മാറ്റി വെച്ചേക്കണം. അതും കൂടെ ചേർത്ത് വേണം മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. ഇത് ഭയങ്കരമായിട്ടും ഫൈനായിട്ടൊന്നും അരയണ്ട, മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ആയി കിട്ടണം. അതിൻ്റെ നേരെ പകുതി എടുത്ത് നമ്മൾ കപ്പി കാച്ചി വെച്ചതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് കട്ടയില്ലാണ്ട് ആക്കിയെടുക്കണം. അത് നേരെ അരിപ്പൊടിയുടെ അകത്തോട്ട് ചേർക്കണം. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളവും ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കണം. ഒരു 8 മണിക്കൂർ നേരമെങ്കിലും വെക്കുന്നതായിരിക്കും നല്ലത്. രാത്രി വെച്ച് കഴിഞ്ഞ് രാവിലെ ആകുമ്പോഴത്തേക്കും മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടാവും. പൊങ്ങി വന്നതെല്ലാം മെല്ലെ ഒന്ന് ഇളക്കി പതിയെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഓവണൊക്കെ പ്രീഹീറ്റ് ചെയ്യുന്നത് പോലെ ഇഡലി കുട്ടകത്തിൻ്റെ അകത്തോട്ട് വെള്ളം വെച്ച് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. വെള്ളം തിളച്ച് വരുമ്പം നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ 1/4 ഭാഗത്തോളം മാവ് ഒഴിക്കണം. ഇനിയിപ്പോൾ നേരെ അടച്ചു വെക്കണം. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും തുറന്ന് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും അപ്പം റെഡിയാകും. പയ്യെ ഒന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പരിപാടിയാണിത്. കേക്ക് മുറിക്കുന്നത് പോലെ മുറിച്ചെടുക്കാമല്ലോ. ക്രിസ്മസ് തലേന്ന് രാത്രി പള്ളി കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. കാണുന്നത് പോലെ തന്നെ വായിലിട്ട അലിഞ്ഞു പോകുന്ന പഞ്ഞിക്കെട്ട് പോലത്തെ സോഫ്റ്റ് അപ്പം. ഇതുവരെയും വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഉറപ്പായിട്ട് ശരിയാകും. കാരണം അരിയൊന്നും അരയ്ക്കണ്ടല്ലോ. ഇതിനിപ്പോൾ സൈഡായിട്ട് കറിയൊന്നുമില്ല, ചായ മുക്കി കഴിക്കാറാണ് ഞങ്ങളൊക്കെ പതിവ്. അപ്പൊ ചായയൊക്കെ കുടിച്ച് ഞാൻ ഇരിക്കട്ടെ. ബൈ.